ഈ വടക്കൻ മലബാറിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം. അപ്പോൾ ഈ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തരുടെ ഒഴുക്കാണ്. ഈ ഭക്തർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ചെക്യാട് കഞ്ഞിപ്പുരകളൊക്കെ സജീവമായിട്ടുണ്ട്. ഏപ്രിൽ മുതൽ വ്രതവും അനുബന്ധ ചിട്ടകളുമൊക്കെ പാലിച്ചാണ് ഭക്തർ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തർക്ക് താമസ സൗകര്യമൊരുക്കാൻ ചെക്യാട് പ്രദേശത്തെ കഞ്ഞിപ്പുരകൾ തയ്യാർ. കഞ്ഞിപ്പുരകൾ എന്നറിയപ്പെടുന്ന മഠങ്ങളിലായിരിക്കും ഭക്തർ 5 ദിവസവും താമസിക്കുക. ചെക്യാട് പ്രദേശത്തെ 100 വർഷത്തിലധികം പഴക്കമുള്ള പൊയിൽ കഞ്ഞിപ്പുര മഠത്തിൽ 5 ദിവസത്തെ ഉത്സവത്തിനാണ് തുടക്കം കുറിച്ചത്. പൊയിൽ കഞ്ഞിപ്പുരയിൽ കൊട്ടിയൂർ നീരെഴുന്നള്ളത്തായ ദിവസം ഇവിടെ വ്രതമെടുത്ത് ഇളനീർക്കാറ് വ്രതത്തോടെ ഈ കഞ്ഞിപ്പുരയിൽ നിൽക്കും. അതിനുശേഷം അടുത്ത ദിവസം മുതൽ 5 ദിവസം ഇവിടെ ഉച്ചയ്ക്ക് കഞ്ഞിയും രാത്രി ഭക്ഷണവും. ആ പരിപാടിയിൽ ഏകദേശം ഒരു 500-600 ആൾ ഉച്ചയ്ക്കും രാത്രിയായിട്ട് ഭക്ഷണത്തിലൊക്കെ പങ്കെടുക്കും. നാട്ടുകാർ തരുന്ന സംഭാവനയാണ് മെയിൻ വരുമാനം. 2-ാം തീയതി ആരംഭിച്ച ചടങ്ങുകൾ തിങ്കളാഴ്ചയോടെയാണ് അവസാനിക്കുക. ആരാധനാക്രമങ്ങൾ നിർവഹിച്ച് മഠങ്ങളിൽ തന്നെ കഴിയുന്ന ഭക്തരുടെ പ്രധാന ഭക്ഷണം ചക്കയും കഞ്ഞിയുമാണ്. രാത്രി വിഭവസമൃദ്ധമായ ഊണും ലഭ്യമാക്കും. 600-ലധികം കുടുംബങ്ങളാണ് ഇവിടെ 2 നേരവും വന്നു പോകുന്നത്. ജൂൺ 8-ഓടെ ഭക്തർക്കൊപ്പം കുടുംബക്കാരും ഇളനീരുമായി പ്രധാന ചടങ്ങിന് കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കും. ന്യൂസ് മലയാളം, കോഴിക്കോട്.